പനാമ സിറ്റിയിൽ ഒരുപാട് നമ്മളെ ആകർഷിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്നത് ഇക്വഡോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇക്വഡോറിന്റെ തലസ്ഥാനം ക്വിറ്റോ എന്നാണ്. എന്നാൽ യാത്ര ആരംഭിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് 10 വർഷത്തെ US വിസ കൊണ്ട്, അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേക വിസ ഞാൻ എടുത്തിരുന്നില്ല. US-ന്റെ ആ 10 വർഷത്തെ വിസ കൊണ്ട് ഇന്ത്യക്കാർക്ക് ഇക്വഡോറിലെ പ്രവേശനം സമീപകാലത്ത് നിരോധിച്ചു എന്ന്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇത് ദുരുപയോഗിച്ചുകൊണ്ട് ഇക്വഡോറിൽ പോയി അവിടെ നിന്ന് തിരിച്ചു വരാതെ അവിടെ തന്നെ വസിക്കുന്ന ഒരു ചരിത്രത്തെ തുടർന്നാണ് ഈ ഒരു പുതിയ നിരോധനം വന്നത്. ഇന്ത്യൻ പാസ്പോർട്ടുള്ള എനിക്ക് അതുകൊണ്ട് അവിടെ പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രകളെല്ലാം എനിക്ക് മാറ്റേണ്ടി വന്നു. 2 ദിവസമാണ് ഇക്വഡോറിൽ ചെലവഴിക്കാനായിട്ട് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ആ ടിക്കറ്റ് എല്ലാം ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള സമയം കഴിഞ്ഞതുകൊണ്ട് അതെല്ലാം നഷ്ടമായി പോയി. പുതിയൊരു ടിക്കറ്റ്, അതുകൊണ്ട് ഇക്വഡോറിൽ നിന്ന് ക്വിറ്റോയിൽ നിന്ന് ഞാൻ പോകാൻ ഉദ്ദേശിച്ചത് പിന്നീട് ലിമയിലേക്കാണ്, പെറുവിന്റെ തലസ്ഥാനമായ ലിമയിലേക്ക്. അപ്പോൾ പുതിയൊരു ടിക്കറ്റ് പാനമ സിറ്റിയിൽ നിന്ന് ലിമയിലേക്ക് നേരിട്ട് എടുക്കേണ്ടി വന്നു. അങ്ങനെ പാനമ സിറ്റിയുടെ വളരെ ഭംഗിയായിട്ടുള്ള പഴയ ഭാഗവും പുതിയ ഭാഗവും ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ ലിമയിലേക്ക്, പെറുവിന്റെ തലസ്ഥാനമായ ലിമയിലേക്ക് ഫ്ലൈറ്റ് കയറി. ആദ്യമായിട്ടാണ് ഞാൻ ഈ രാജ്യങ്ങളെല്ലാം സന്ദർശിക്കുന്നത്. ആദ്യമായിട്ടാണ് സെൻട്രൽ അമേരിക്ക സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെറുവിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ലിമയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. ലിമയിലേക്ക് നമ്മൾ ഫ്ലൈറ്റിൽ പറന്നിറങ്ങുമ്പോൾ ഒരു മരുഭൂമിയെ പോലത്തെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹുവാക്ക ചീന എന്ന് പറയുന്ന ഒരു മരുപ്പച്ച, ഒയാസിസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, ഈ ലിമയുടെ തൊട്ടടുത്തുണ്ട്. ലിമ അറ്റക്കാമ എന്ന മരുഭൂമിക്ക് സമീപമാണ്. അതിൻ്റെ ഒരു ഭാഗം വേണമെങ്കിൽ അതിൻ്റെ ഒരു അതിർത്തി ഭാഗം എന്ന് കൂടി വിശേഷിപ്പിക്കാം. അങ്ങനത്തെ ഒരു പ്രദേശമാണ് ലിമ. വളരെ കുറച്ച് മഴ പെയ്യുന്ന ഒരു രാജ്യമാണ്, ഒരു പ്രദേശമാണ് ലിമ സിറ്റി. ലിമ സിറ്റിയിൽ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ ആകാശത്ത് നിന്ന് പകർത്തുമ്പോൾ കാണാൻ സാധിച്ചത് ഏതാണ്ട് ഡൽഹിയുടെ ഒരു പ്രതീതിയാണ്. വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങൾ, ഒരുപാട് അടുത്തടുത്തുള്ള കെട്ടിടങ്ങൾ, താമസ വീടുകളൊക്കെ അടുത്ത് കാണാൻ സാധിച്ചു. എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഷാവേസ് എയർപോർട്ട് എന്നാണ് അതിൻ്റെ പേര് എന്ന് ഞാൻ ഓർക്കുന്നു. ഷാവേസ് എയർപോർട്ടിൽ ഇറങ്ങി ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് പോകുമ്പോഴും ആദ്യത്തെ ഒരു 5-10 കിലോമീറ്റർ ദൂരം ഡൽഹിയുടെ പഴയ പ്രദേശങ്ങൾ, നമ്മുടെ ഓൾഡ് സിറ്റി, അത് അവിടെ വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വൃത്തികേടായിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ദൃശ്യമാണ് കാണാൻ സാധിച്ചത്. എന്നാൽ സിറ്റിയുടെ ഹൃദയഭാഗം പഴയ സ്പാനിഷ് രീതിയിലുള്ള കെട്ടിടങ്ങൾ കാണാവുന്ന ഒരു സ്ഥലമാണ്, ഒരു പ്രദേശമാണ്. നിർഭാഗ്യവശാൽ ഞാൻ അവിടെ ഹോട്ടലിൽ ചെക്ക് ചെയ്ത് മുറിയിൽ കയറിയതിനു ശേഷം എനിക്ക് നേരത്തെ തന്നെ അനുഭവിച്ചിരുന്ന ദേഹാശ്വാസം വീണ്ടും അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് അന്ന് രാത്രി കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ എനിക്ക് വളരെ അസുഖം തോന്നി. ഞാൻ കൊണ്ടുപോയിരുന്ന ചില മരുന്നുകളൊക്കെ ഡോലോ 650 ഒന്നും സാധാരണ കഴിക്കാത്തതാണ്. അത് കൊണ്ടുപോയിരുന്ന് കഴിച്ചിട്ട് ആദ്യത്തെ ദിവസം, അന്നത്തെ രാത്രി, പിറ്റേ ദിവസവും ഒക്കെ ഞാൻ കിടപ്പ് തന്നെയായിരുന്നു. രാവിലെ അല്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകും. അതും ഞാൻ ആദ്യത്തെ ദിവസം അവരോട് റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് അഭ്യർത്ഥിച്ചു. അവർ കൊണ്ടുവന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും അല്പം ഫ്രൂട്ട്സും മാത്രം കഴിച്ചാണ് ആദ്യത്തെ 2 ദിവസം ആ കിടപ്പിൽ തന്നെയായിരുന്നു. 3ാമത്തെ ദിവസമാണ് എനിക്ക് അല്പം ഒരു ശക്തി കിട്ടി. ഞാൻ ഒന്ന് പുറത്തിറങ്ങാമെന്ന് തീരുമാനിച്ചു. ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനത്തെയൊക്കെ പുതിയ രാജ്യത്ത് പോകുമ്പോൾ ഞാനൊരു ഗ്രൂപ്പ് ടൂർ ബുക്ക് ചെയ്ത് മീരാഫ്ലോറസ് എന്ന ഒരു പ്രദേശത്തൊക്കെയാണ് ഞാൻ യാത്ര ചെയ്തത്. മീരാഫ്ലോറസ് ലീമ നഗരത്തിന്റെ ഒരു പ്രാന്തഭാഗമായിട്ട് 1970-കളിൽ വികസിച്ചു വന്ന ഒരു പ്രദേശമാണ്. ഇന്ന് മീരാഫ്ലോറസ് ആണ് പുതിയ ലീമയുടെ ഹൃദയഭാഗം. ഏറ്റവും നല്ല പുതിയ കെട്ടിടങ്ങൾ, അമ്പലച്ചുംബികള്, പിന്നെ നല്ല പാർക്കുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടേക്കുള്ള ഒരു ടൂറിലേക്കാണ് പോയത്. ഒരു സ്പാനിഷ് സ്ത്രീയാണ്, ഒരു പെറുവിയൻ സ്ത്രീയാണ് അവിടേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ ആദ്യം ഞങ്ങളെ കൊണ്ടുപോയത് ഒരു പാർക്കിലേക്കാണ്. ആ പാർക്കിന് ഒരു വിചിത്ര പേരാണുള്ളത്. ആ ഉദ്യാനത്തിന്റെ പേര് പ്രേമത്തിന്റെ ഉദ്യാനം എന്നാണ്. പാർക്ക് ദെൽ അമോർ. അമോർ എന്ന ഫ്രഞ്ചിലും സ്പാനിഷിലൊക്കെ പറഞ്ഞ സ്നേഹം എന്നാണ്, പ്രേമം എന്നാണ്. ഈ പാർക്കിന്റെ പേര് തന്നെ പാർക്ക് ദെൽ അമോർ എന്നാണ്. പ്രേമത്തിന്റെ പാർക്ക്, പ്രേമത്തിന്റെ ഉദ്യാനം. അവിടെ പ്രേമത്തിന്റെ പല പ്രതീകങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്ന് ഏറ്റവും ആകർഷണീയമായിട്ട് അല്ലെങ്കിൽ വിചിത്രമായിട്ട് തോന്നിയത് എനിക്ക് അവിടുത്തെ ഒരു പാർക്കിലെ ഒരു സ്ഥലത്ത് ഒരുപാട് പൂട്ടുകൾ, നമ്മുടെ താക്കോലും പൂട്ടുണ്ടല്ലോ, അതെല്ലാം പൂട്ടിയിട്ടത് കാണാൻ സാധിക്കും. ഒരുപാട് പൂട്ടുകൾ അങ്ങനെ പൂട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗൈഡ് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരു സ്നേഹം എന്നേക്കുമായി പൂട്ടണമെങ്കിൽ
ആ സ്നേഹം ഒരിക്കലും വിട്ടുപോകാതിരിക്കണം. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രേമത്തിനെ പൂട്ടിക്കൊണ്ട് എന്നേക്കുമായിട്ട് ആ സ്നേഹത്തെ മാറ്റണമെങ്കിൽ അവിടെ ഒരു പൂട്ടും കൊണ്ട് രണ്ടുപേരും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെന്ന് പൂട്ടിയാൽ പിന്നീട് ആ സ്നേഹം ആ പ്രേമം ഒരിക്കലും വിട്ടുപോകില്ല അത്രേ. അങ്ങനെ ഒരു ഐതിഹ്യം, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ട് നൂറുകണക്കിന് പൂട്ട് അവിടെ കാണാൻ സാധിക്കും. പൂട്ടിയിട്ടിട്ട് പോയിരിക്കുന്ന കാമിതാക്കൾ പൂട്ടിയിട്ട് പോയിരിക്കുന്ന പൂട്ടുകൾ കാണാൻ സാധിക്കും. വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി. ഞാൻ പൂട്ടുതാക്കളൊന്നും കൊണ്ടുപോയിരുന്നില്ല, അതുകൊണ്ട് പൂട്ടാനൊന്നും സാധിച്ചില്ല. പക്ഷെ അത് കാണുമ്പോൾ തന്നെ ലോകം, ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ലവ് മേക്സ് ദ വേൾഡ് ഗോ റൗണ്ട് എന്ന്. അതുപോലെ തന്നെ പ്രേമമാണ് ലോകത്തിനെ ചുറ്റിക്കുന്ന, ലോകത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന ആ വാക്കുകൾ എനിക്ക് ഓർമ്മ വന്നു. ഇത് പ്രേമത്തിന്റെ ഉദ്യാനമാണ്, പ്രേമത്തിന്റെ ആരവമാണ്. അപ്പൊ അവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ട്, ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ, ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു ശില്പകലയാണ്. ഈ ശില്പകലയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും, സാധാരണ ഇങ്ങനത്തെ ശില്പകലയിൽ സ്ത്രീകളും പുരുഷനും കാണിക്കുമ്പോൾ ചെറുപ്പക്കാരിയാണ് കാണിക്കുക. പക്ഷെ ഇത് അങ്ങനെയല്ല. മധ്യവയസ്സനായ പ്രായം ചെന്നൊരു പുരുഷനും അത്ര തന്നെ പ്രായമില്ലെങ്കിലും നല്ല പ്രായമുള്ള ഒരു സ്ത്രീയും ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ശില്പമാണ് കാണാൻ സാധിക്കുന്നത്. ആ സാധാരണ ശില്പങ്ങളിൽ നിന്ന്, ഇങ്ങനത്തെ ശില്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ പുരുഷന്റെ, ആ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പുരുഷന്റെ മുഖമാണ് കാണിക്കുന്നത്. സാധാരണ ഇങ്ങനത്തെല്ലാം സ്ത്രീയുടെ മുഖമാണ് കാണിക്കുക. കാരണം തീർച്ചയായിട്ടും പുരുഷന്മാരുടെ മുഖത്തിനേക്കാളൊക്കെ എത്രയോ സുന്ദരമാണ് സ്ത്രീകളുടെ മുഖം. അതുകൊണ്ട് സ്ത്രീയുടെ മുഖം കാണാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെയല്ല കേട്ടോ. ഇവിടെ കാണുന്ന പുരുഷന്റെ മുഖം വളരെ ഭംഗിയായിട്ട് തന്നെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെ വന്ന ഒരു ഗൈഡിന് എനിക്ക് വന്ന പകുതി സ്പാനിഷും, പകുതിയല്ല, ഒരു കാൽഭാഗം സ്പാനിഷും ഒരു മുക്കാഭാഗം അവിടുത്തെ ലോക്കൽ, നമ്മൾ ഇന്ത്യൻ എന്ന് തെറ്റിയിട്ട് പറയുന്ന അവിടുത്തെ അവിടുത്തെ സ്വന്തം നാട്ടുകാർ തമ്മിലുള്ള സംമിശ്രത്തിലുള്ള ഒരു സ്ത്രീയാണെന്ന് മുഖം കണ്ടിട്ട് തോന്നി. കണ്ടാൽ ചിലപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യക്കാരിയായിട്ട് തോന്നുന്നു. ഡൽഹിയിലാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഹിന്ദി പറയുമെന്ന് നമ്മൾ വിശ്വസിക്കും. അങ്ങനത്തെ ഒരു മുഖമാണുള്ളത്. അവർ പറഞ്ഞു തന്നു ഇതിന്റെ കാരണം, ഈ മുഖം കാണിച്ചിരിക്കുന്ന ശില്പത്തിലെ മുഖമുള്ളത് ശില്പകാരന്റെ തന്നെയാണ്, ശില്പകർത്താവിന്റെ മുഖമാണ് അത്ര. അദ്ദേഹം 19 വയസ്സായപ്പോഴാണ് ഈ ശില്പം കൊത്തി അവിടെ സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ തന്നെ മുഖം കാണിച്ചുകൊണ്ടാണ് ഈ പ്രേമത്തിന്റെ ഉദ്യാനം, പ്രേമത്തിന്റെ പാത്ത് അമോർ എന്നുള്ള സ്ഥലത്ത് കാണിച്ചിരിക്കുന്നത്. മീരാ ഫ്ലോറസ് പ്രസിദ്ധമായ, വളർന്നുകൊണ്ടിരിക്കുന്ന, അവിടുത്തെ നമ്മുടെ ബോംബെയിലൊക്കെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റിൽ ഇറങ്ങി വരുമ്പോൾ ഡൽഹിയുടെ വികൃതമായ ഭാഗങ്ങളെ പോലെ തോന്നി എന്ന് പറയുമ്പോൾ, മീരാ ഫ്ലോറസ് ചെല്ലുമ്പോൾ നമുക്ക് ബോംബെയിലത്തെ കൊലാബ, ബോംബെയിലത്തെ മെറൈൻ ഡ്രൈവ് ഒക്കെ പോലെ ഏറ്റവും ആധുനികമായ അമ്പലച്ചുംബികൾ, കെട്ടിടങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഞങ്ങൾ കുറെ നേരം ചുറ്റി കറങ്ങി ഞങ്ങൾ സമയം ചെലവഴിച്ചു.